എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു വേനൽക്കാലം എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പ്രമേഹമുള്ളവർ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, ഡോക്ടറെ വേനൽക്കാലം അല്ലേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാമോ എന്നുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സ് പ്രമേഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാവുന്ന തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഡെയിലി ഒരു 50 തൊട്ട് 75 ഗ്രാമെങ്കിലും ഫ്രൂട്ട്സ് പ്രമേഹമുള്ളവർക്കും തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷേ കഴിക്കുമ്പോൾ ഒന്ന് ഈ അളവിനൊപ്പം തന്നെ അതിൻ്റെ സമയം കൂടി ഒന്ന് ക്രമീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മീൻ ഭക്ഷണത്തിനൊപ്പം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് ധാന്യ ഭക്ഷണങ്ങളായ അരി, ഗോതമ്പ്, റവ ഇതുപോലത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മില്ലറ്റ്സ്, ഓട്സ് ഇതുപോലത്തെ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക ഫ്രൂട്ട്സ് കൂട്ടുമ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടനേരത്തിൽ രണ്ട് മെയിൻ ഭക്ഷണത്തിന് ഇടയ്ക്ക് സ്നാക്സ് പലപ്പോഴും എണ്ണക്കടി കളിക്കുന്നതിന് പകരമായിട്ടും കഴിക്കാവുന്നതാണ്. പിന്നെ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഏത് തരത്തിലാണെന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. ലോ ഗ്ലൈസമിക്കും മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ, പപ്പായ, പേരയ്ക്ക, ഓറഞ്ച്, മോസമ്പി, പിന്നെ ബെറീസായ സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി, പിന്നെ അവക്കാഡോ ഇതുപോലത്തുള്ള ഫ്രൂട്ട്സ് പ്രമേഹമുള്ളവർക്കും തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷേ അളവ് മാത്രം ശ്രദ്ധിക്കുക. 50 തൊട്ട് 75 ഗ്രാമിൽ നിജപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേനൽക്കാലത്തും ഫ്രൂട്ട്സ് ആസ്വദിക്കാം. ജ്യൂസ് കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് മെയിനായിട്ടുള്ള സത്ത് എന്നുള്ളത് ഫൈബർ ഫ്രൂട്ട് മൊത്തത്തിൽ കഴിച്ചാൽ മാത്രമേ നമുക്കത് ലഭിക്കുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.